എന്നത്തെ പോലുള്ള ഇൻട്രോ മ്യൂട്ട് ചെയ്താണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വെൽക്കം ടു ബൈറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. വെൽക്കം പറഞ്ഞില്ലെങ്കിൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ വീഡിയോ കാണുന്നുള്ള തിരിച്ചറിവ് കൊണ്ടാവാം ഞാൻ ഈ ഒരു ചേഞ്ച് കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ പറഞ്ഞേക്കണ വേറൊന്നുമല്ല, ഞങ്ങളിന്ന് ആദ്യമായിട്ട് ഒരു സോളോ ട്രിപ്പാണ്. സോളോ എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ സോളോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരാളാണ് സാനുവും കൂടെ. അപ്പോൾ ഞങ്ങൾ അപ്പം ഇല്ലാതെ ആദ്യമായിട്ട് പോകുന്ന ട്രിപ്പാണ്. പിന്നെ ഒരു സ്പെഷ്യാലിറ്റിയും കൂടിയുണ്ട്. ഇതെടുത്തത് ഓഗസ്റ്റ് 15 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ 7:45 ഞങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈം. ഓഫീസിലെല്ലാവരും ഓഫീസിൽ തന്നെ വന്നിട്ട് അവിടെ നിന്ന് നമുക്ക് പോകുന്നതായിരുന്നു പ്ലാൻ. 7:45 തന്നെ ഞാൻ എത്തിയെങ്കിലും കട്ട പോസ്റ്റായി 15 മിനിറ്റ് 8 മണി വരെ വെയിറ്റ് ചെയ്തു. പിന്നെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആയതുകൊണ്ട് അടുത്ത 2 അമ്പലത്തിൽ കയറിയിട്ട് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി. അപ്പം നോക്കുമ്പോഴത്തേക്ക് കാറ് വന്നു. ഈ കാണുന്നതാണ് രവി സാറ്, ഞങ്ങളുടെ ഗ്രൂപ്പിലെ സീനിയർ ആയിട്ടുള്ള ആളാണ്. അവിടെ ഇരുന്ന് ഞങ്ങളുടെ നെക്സ്റ്റ് പിക്ക് ചെയ്യേണ്ട ആൾ രജത് ഭയ്യാണ്. രജത് ഭയ്യാനെ വിളിക്കാൻ തുടങ്ങി. ഒരു 15 മിനിറ്റായിട്ട് 5 മിനിറ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു രക്ഷയില്ലാതെ അപ്പോൾ സീനിയോറിറ്റിയുടെ സ്വഭാവം പുറത്തെടുത്തുകൊണ്ട് രവി സാറെ വിളിച്ചു ചോദിച്ചു, എവിടെയുള്ളത് സത്യം പറയാം. നോക്കും മൂപ്പിലാൽ 5 മിനിറ്റ് അല്ല ഒരു 10 മിനിറ്റ് ദൂരെയുള്ള ഒരു ജംഗ്ഷനിൽ നിൽക്കുവാണ് ഇപ്പോഴും. അപ്പോൾ അവിടെ തന്നെ നിന്നു, ഞങ്ങൾ വന്ന് പിക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടേക്ക് വിട്ടു. ഇത് നിത്യാൻഷിൻ്റെ ചേച്ചീൻ്റെ മോളാണ് കേട്ടോ, പേര് അനായ. അപ്പം നമ്മളങ്ങനെ ജേണി സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ പോകുന്നത് നാനക് മട്ടയിലോട്ടാണ്. നാനക് മട്ടയിൽ ഒരുപാട് വട്ടം പോയിട്ടുണ്ട്. നാനക് മട്ടേൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ അറിയണമെങ്കിൽ അതിൻ്റെ വേറെ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഞങ്ങളങ്ങനെ രജത് ഭയ്യനെ പിക്ക് ചെയ്തു. ഇനി നമുക്ക് ഓംപാൽ ഭയ്യനെ കൂടെ പിക്ക് ചെയ്യാനുണ്ട്. പക്ഷേ ഓംപാൽ ഭയ്യനെ പിക്ക് ചെയ്യാൻ പോയപ്പോഴാണ് കേട്ടോ സത്യമായിട്ടും പാവമുണ്ട്. ആ മനുഷ്യൻ എല്ലാ ദിവസവും 20 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ടാണ് IVRയിൽ ജോലിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. UPയിലെ ഗാവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം ദുരന്ത അവസ്ഥയാണെന്ന് മനസ്സിലായത് അന്നാണ്. ഒന്നുമില്ല, ഇങ്ങനെ നീണ്ടു കിടക്കുന്ന റോഡും കുറേ പാടവും അല്ലാതെ അവർക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണമെങ്കിലും കൂടെ ഒരു 10 കിലോമീറ്ററോളം യാത്ര ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഓംപാൽ ഭയ്യനെയും കൂടെ പിക്ക് ചെയ്തു. പിന്നെ ആദ്യം കുറച്ച് സ്റ്റാർട്ടിങ് ട്രിപ്പിളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓഫീസിലിരുന്ന് നമ്മൾ ഒഫീഷ്യലി സംസാരിക്കണ പോലെ അല്ലല്ലോ. നമ്മളൊരു ട്രിപ്പൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, കുറച്ച് നേരം. അത് കഴിഞ്ഞാൽ പിന്നെല്ലാം ചില്ലായി. കുറേ നല്ല 90s ഹോൾ പാട്ടൊക്കെ കേട്ട് ഞങ്ങളിങ്ങനെ ചില്ലടിച്ച് പോവുമായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം സാനുവിനും അനായക്കും ഭയങ്കര ബുദ്ധിമുട്ട്. രണ്ടുപേരും സംസാരിക്കണേ ഇല്ല. അനായക്ക് സാനുവിനെ കുറിച്ച് ചോദിക്കാനുള്ളതൊക്കെ നിത്യാൻഷിനോട് ചോദിക്കുന്നു, സാനു അനായെ പറ്റി അറിയാനുള്ളതൊക്കെ എന്നോട് ചോദിക്കുന്നു. അങ്ങനെ അത് ഒന്ന് മാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ട്രൈ ചെയ്ത് നമ്മളൊരു ഗെയിം അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അറ്റ്ലസ് തുടങ്ങിയ പിന്നെ എല്ലാവരും അങ്ങ് ആക്റ്റീവായി. കുറേ ഒരു 1/4 മണിക്കൂർ ഞങ്ങൾ അറ്റ്ലസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ടീമിൽ ബോയ്സ് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ഫുൾ ഓവർ ഭയങ്കര കൂടുതലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഫുൾ ഓവറായിരുന്നു. അങ്ങനെ നിർത്തിയൊരു സ്ഥലത്ത് എഴുതി ഞങ്ങൾ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞങ്ങൾ കുറച്ച് പിക്സൊക്കെ എടുത്തു. പിറകിൽ നോക്കുമ്പോൾ ഏതാണ്ട് ഒരാളുടെ മഞ്ഞളുടെ പാടായിരുന്നു. 2-3 മഞ്ഞളൊക്കെ ഞങ്ങൾ ചവിട്ടി കളഞ്ഞപ്പം ഇനി തിരകെയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചോടി വേഗം കാറിൽ കയറി. പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം ഉള്ളിൽ നിന്നൊരു വിളി വന്നു, വിശപ്പ് വന്നു. കാരണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കൂടെ ഉണ്ടായിരുന്ന 2-3 പേരൊക്കെ കുറച്ച് എന്തൊക്കെയോ കഴിച്ചിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ധാബ പോലത്തെ സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്തു. പിള്ളേർക്ക് വേണ്ടിയിട്ട് അനയുടെ അമ്മ നല്ല അടിപൊളി നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ തൊടാൻ അവർ സമ്മതിച്ചില്ല. നൂഡിൽസ് പുറത്തെടുത്തപ്പം അവർ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഒരുമിച്ച് ഒരു പാത്രത്തിലെടുത്ത് കഴിക്കാതെ അവർക്ക് ഒരു കുഴപ്പമില്ല. 2 ജ്യൂസും കൂടെ വാങ്ങിച്ചു കൊടുത്ത് അവരെ അങ്ങ് സൈഡാക്കി. പിന്നെ നമ്മൾ എന്ത് കഴിക്കും എന്നുള്ള ചിന്ത അവിടെ വേറെ കാര്യമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ കുറച്ച് പക്കോടിയും പിന്നെ ചായയും ഓർഡർ ചെയ്തു. UPയിലുള്ള ചായ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് അങ്ങനെ താല്പര്യമില്ലാത്ത കാര്യമാണ്. വേറെ ഒന്നുമല്ല, ഇവർ മധുരമായിട്ട് അങ്ങ് നമ്മുടെ കൊല്ലും. എനിക്ക് അത്രയും മധുരം ഇഷ്ടമല്ലാത്തത് കൊണ്ട് ചായ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് കുടിച്ചു. പക്കോട അടിപൊളിയായിരുന്നു. അതിൻ്റെ കൂടെ കിട്ടുന്ന മല്ലിയിലൻ്റെ ചട്നി, ആ ഒരു കോമ്പിനേഷൻ സൂപ്പറാണ്. നാട്ടിലൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. മൊത്തം നമ്മുടെ ബംഗാളികളൊക്കെയാണ് റെസ്റ്റോറൻറ്റ്സിലും പിന്നെ പണിയെടുക്കാനൊക്കെ വരുന്നത്. അതുകൊണ്ട് നോർത്ത് ഇന്ത്യൻ ഫുഡ്സൊക്കെ നാട്ടിലിപ്പോൾ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഞങ്ങൾ ജേർണി കണ്ടിന്യൂ ചെയ്തു. കുറച്ച് ഗെയിംസും പാട്ടൊക്കെ ആയിട്ട് ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. പുറത്തിറങ്ങിയപ്പോൾ കിളി പോയി. അയ്യോ എന്നാ ചൂടായിരുന്നെന്നറിയോ. പിന്നെ നാനക് മട്ടയിൽ കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരം ചെയ്യാനുള്ള കലാപരിപാടികളാണ്. ഒന്നുമില്ല, ചപ്പലൊക്കെ കൂടെ ഒരു കൊട്ടയിലിട്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തു. പിന്നെ അവിടെ ഒരു കാര്യത്തിന് നമ്മൾ കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് ഇവരെ ഈ സംഭവം ഉണ്ടല്ലോ, ദാനം കൊടുക്കുന്നതും അവർക്ക് ഈ സെർവ് ചെയ്യുന്ന സംഭവം ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണല്ലോ സിക്കുകാർ. അങ്ങനെ നമ്മൾ അവിടെ ഇത് ചപ്പലൊക്കെ ഡെപ്പോസിറ്റ് അകത്ത് കയറുമ്പോൾ താണ്ട് ഇതുപോലെ നമ്മുടെ ഈ അമ്പലത്തിലൊക്കെ കുളം ഉണ്ടാവുമല്ലോ കാല് കഴുകി കയറാൻ വേണ്ടിയിട്ട്. ആ ഒരു സംഭവം ഇവിടെ ഈ വെള്ളമാണ്. നമ്മൾ അതിൽ ചവിട്ടി അങ്ങ് കയറുക. അതിങ്ങനെ റീസൈക്കിൾ ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. നല്ല തണുത്ത വെള്ളവും നല്ല ചൂടുള്ള ഗ്രാനൈറ്റും, ഒന്നും പറയാനില്ല. പിന്നെ തലയിൽ തട്ടിട്ടിട്ട് അകത്ത് കയറാൻ പറ്റുള്ളൂ. അകത്ത് വീഡിയോഗ്രാഫി അലൗഡല്ല. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. അകത്ത് സെൻട്രലൈസ്ഡ് AC ആണ്. അതിനകത്തിരുന്ന് കുറച്ച് പ്രാർത്ഥനയൊക്കെ കേട്ടു. സംഭവം ഒന്നും മനസ്സിലായില്ല. പഞ്ചാബിയിലാണെന്ന് തോന്നുന്നു അവർ ഈ ഗുരുനാനാക്ജീൻ്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്നും മനസ്സിലായില്ലെങ്കിലും നമ്മളെല്ലാം മനസ്സിലായ രീതിയിൽ ഇങ്ങനെ ഇരുന്നെല്ലാം കേട്ടുകൊണ്ടിരുന്നു. കള്ളത്തരം കാണിച്ച് ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തു. നിങ്ങൾക്ക് എന്താകത്തുള്ളതെന്ന് ചെറുതായിട്ടൊന്ന് കാണിക്കണമല്ലോ. ഇത് 2 രീതിയിൽ എടുക്കാം. ചിലർക്ക് ഇത് ഇഷ്ടാവില്ല, ചിലർക്ക് ഇത് ഇഷ്ടാവും. പക്ഷേ ഞാൻ കഷ്ടപ്പെട്ടിച്ചൊരു വീഡിയോ എടുത്തു. വലിയ സംഭവമൊന്നും ഇല്ല, എന്നാലും നമുക്കത് കാണിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എന്താണ് അതിനകത്തുനിന്നുള്ള ക്യൂരിയോസിറ്റി അങ്ങ് തീരുമല്ലോ. അവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നല്ല വലിയൊരു ആൽമരം കാണാൻ പറ്റും. ആ ആൽമരം ഇച്ചിരി ഉയർന്നിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അതിൻ്റെ പിറകിലൊരു നല്ല കഥയുണ്ട്. അത് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെയുള്ള ബാക്കി സ്ഥലങ്ങളിലൊക്കെ കയറി പ്രാർത്ഥിച്ച് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി. പിന്നെ വലിയൊരു കുളം കാണാൻ പറ്റും. നല്ല പല നിറത്തിലുള്ള പല സൈസുള്ള പെടക്കണ മീനുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ട്. നല്ല സുഖമായിരുന്നു അവിടെ ഈ ചൂടത്ത് പോയിട്ട് വെള്ളത്തിൽ നിൽക്കാൻ. പക്ഷേ കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ അപ്പുറത്ത് നിന്നൊരു ചേച്ചി ചീത്ത പറഞ്ഞു, ഇത്ര നേരം വെള്ളത്തിൽ നിൽക്കാൻ പറ്റില്ല, നമ്മൾ കയറി പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. അപ്പം മാർബിൾ നല്ല ചൂടായി കിടക്കുമായിരുന്നു. ഓടിപ്പോയി അവിടെ ഒരു ആർട്ട് ഗാലറി ഉണ്ടായിരുന്നു. അതിനകത്ത്
സ്ട്രിക്ട്ലി വീഡിയോ എടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആർട്ട് ഗാലറിയും കൂടെ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ പിന്നെ ലങ്കർ കഴിക്കാനുള്ള സമയമായി. അവിടെയും നമ്മൾ തലയിൽ കെട്ടിയിട്ട് വേണം കേട്ടോ ലങ്കർ കഴിക്കാനും കൂടെ പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ തലയിൽ കെട്ടാനൊന്നും കൊണ്ടുപോയില്ല, കുഴപ്പമില്ല, അവിടെ നിന്ന് നമുക്ക് കിട്ടും നല്ല ഓറഞ്ച് കളറിലുള്ള തുണി, അത് കെട്ടിയാലും മതി. അങ്ങനെ ഇറങ്ങിയപ്പോൾ പക്ഷേ ഇന്ന് ഇച്ചിരി ലങ്കറിന് സാധനങ്ങൾ കുറവായിരുന്നെന്ന് തോന്നി. സാധനം നമ്മൾ പോകുമ്പോൾ തൈരും ഒരു പായസവും പിന്നെ ഒരു ഡ്രൈ സബ്ജിയും കൂടി ഉണ്ടാവാറുണ്ട്. ഇന്ന് ദാലും പിന്നെ ഒരു സബ്ജിയും ചോറും ചപ്പാത്തിയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ കുറ്റം പറയാൻ പാടില്ലല്ലോ, നമുക്ക് കിട്ടുന്ന പ്രസാദമല്ലേ. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ എന്താണ് കിടക്കുന്നത്, ഇഷ്ടം പോലെ ഷോപ്പ്. അറിയാതെ സാനുവിനെ അനായനെ അവിടെ കയറ്റിപ്പോയി. ഒരു രക്ഷയില്ല. സാനു ആദ്യം ഒരു കാർ എടുത്ത് ബില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ പറഞ്ഞു, അമ്മ എനിക്ക് നീല കാറല്ല വേണ്ട, എനിക്ക് ഗ്രേ കാറാണെന്ന്. പിന്നെ ആ ഷോപ്പുകാരൻ്റെ അടുത്ത് ബ്ലൂ കളർ കൊടുത്ത് ഗ്രേ കാർ വാങ്ങിച്ച്. പിന്നെ ഈ എക്സ്റ്റൻഷൻ കണ്ടിന്യൂ ആവുമെന്ന് തോന്നിയപ്പം പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് എസ്കേപ്പ് ആയി. നമ്മുടെ ജേണി ഇവിടെ തീർന്നില്ല. ഇനി നമ്മൾ നേരെ പോകുന്നത് നാനക്മത്ത സാഗർ ഡാമിലോട്ടാണ്. കടല് പോലെ വെള്ളം കിടക്കണം കേട്ടോ. UP-യിൽ വേറെ കടലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് ഈ ഡാമൊക്കെ കാണുമ്പോൾ സത്യം ഒരു കടൽ കണ്ട ഫീലിംഗ് ഒക്കെ ആണെന്ന് കൂടെയുള്ളവർ പറഞ്ഞു. നമ്മുടെ രവി സാറാണ് ഈ ചാടി ഇറങ്ങി വരണത്. പ്രായം ഇച്ചിരി കൂടുതലുകൊണ്ട് ഞങ്ങൾ കുറച്ച് ട്രോളൊക്കെ കൊടുത്തു. പക്ഷേ നല്ല മനുഷ്യനാണ് കേട്ടോ. സീനിയർ ആണെങ്കിൽ ആ ഈഗോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, നല്ല കമ്പനിയാണ്. അയ്യോ ഒന്നും പറയാനില്ല, ഒടുക്കത്തെ വെയിൽ, ഉണങ്ങാനിട്ട അവസ്ഥ. 1 മണിക്കാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. പിന്നെ നേരെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു കിണറാണ്. ഇതിൻ്റെ സയൻസ് എന്താണെന്ന് എനിക്കിപ്പോൾ ഒരു പിടിയും കിട്ടണില്ല. ഇതിൻ്റെ ചുറ്റുമുള്ള വെള്ളമൊക്കെ നല്ല ഹൈറ്റിലാണ്, പക്ഷേ കിണറിലെ വെള്ളം താഴ്ന്നാണ് കിടക്കുന്നത്. അറിയാൻ പാടില്ല എന്തുവാണെന്ന്. പിന്നെ ഇവിടെ ഒരു കോയിനിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്ന ആരോ പറഞ്ഞു. സാധിക്കാത്ത ഒരുപാട് ആഗ്രഹങ്ങളുള്ളതുകൊണ്ട് ഞാനൊരു 10 രൂപയുടെ കോയിനിട്ട് പ്രാർത്ഥിച്ച് അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് കയറി. പുറത്ത് വന്നപ്പോഴത്തേക്കും അയ്യോ സത്യം ക്ഷീണിച്ചു. കാരണം 50 സ്റ്റെപ്പ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. ക്ഷീണിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിള്ളേർക്ക് സോഡാ ചിക്കൻജിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. എനിക്ക് ഈ സാധനം അത്ര ഇഷ്ടമില്ല, ഇവർ ഈ ചാറ്റ് മസാല ഇട്ട് നശിപ്പിക്കണോണ്ടാണ്. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ വാങ്ങിച്ചു കുടിച്ച് ഞങ്ങളെല്ലാവരും ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്നൊന്ന് റെസ്റ്റ് ചെയ്തു. ഞങ്ങളുടെ റിട്ടേൺ ജേണി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഒമ്പാൽബയുടെ ഗാവിൽ ഇറങ്ങിയിട്ട് ഒരു നല്ല ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇവിടെയൊക്കെ ബോർവെല്ലാണ്. അവിടുന്ന് നല്ല തണുത്ത വെള്ളമൊക്കെ വന്നത് മുഖവും കാലൊക്കെ കഴുകിയപ്പോൾ ഒന്ന് ഫ്രഷായി. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തിയത് 5:30ക്കാണ്. അങ്ങനെ നമ്മുടെ ട്രിപ്പ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എന്നെപ്പോലെ എപ്പോഴും ഫാമിലിൻ്റെ കൂടെ ട്രിപ്പ് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ട്രിപ്പും കൂടെ പോകുന്നത് സംഭവം അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ലൈവ് ഡബ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഹിറ്റ് സ്റ്റോറീസ് പറഞ്ഞ് പിന്നീട് ഡബ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാധനം എന്താണെന്ന് പേരൊന്നുമില്ല, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ആൻഡ് ബൈറ്റ്സിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് us. This is Abhi signing off from Bytes.